അട്ടപ്പാടിയിൽ നിന്ന് ഞങ്ങൾ അംഗീകാരത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കയറ്റി നിർത്തുന്നു. മണ്ണിൽ ചവിട്ടി നിന്ന് മാറ്റങ്ങൾ കയ്യെത്തിപ്പിടിച്ച കൊട്ടിയാർക്കണ്ടി ഊരിന്റെ കൊച്ചു മുപ്പത്തിയെ നല്ല കൃഷിക്കാരിക്കുള്ള 2024 കൈരളി കതിർ പുരസ്കാരം ദീപ ജയശങ്കറിന്. അട്ടപ്പാടിയുടെ നാഗി എന്ന കർഷകയെ അഭിമാനത്തോടെ വേദിയിലേക്ക്. കതിർ അവാർഡ് 2025 മികച്ച കർഷക പുരസ്കാരം സമ്മാനിക്കുന്നത് പത്മശ്രീ ഭരത് മമ്മൂട്ടി. നാഗിയുടെ അമ്മയും അച്ഛനും ഭർത്താവും കൂടി വേദിയിലേക്ക് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുരസ്കാരം സമ്മാനിക്കുന്നു നമ്മുടെ മമ്മൂക്ക. പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നതിനായി മന്ത്രി ശ്രീ പി പ്രസാദ് അവരെ ക്ഷണിക്കുന്നു. പിന്നെ കൃഷിക്ക് ആയിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ പഠിക്കാൻ അച്ഛാമ്മ വിട്ടപ്പോഴും കൃഷിനെ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ച് ആ സമയത്ത് ചക്ക മാങ്ങ ഒക്കെ കിട്ടാത്ത സ്ഥിതിയിലായിരുന്നു. കിലോമീറ്റർ കണക്കാണ്, ഒരു 17 കിലോമീറ്ററിൻ്റെ ദൂരത്താണ് ഞാൻ ചക്ക എൻ്റെ ചെറിയ വയസ്സിൽ ഞാൻ ചുമന്ന് കൊണ്ടുവന്ന് റോഡില്ലാത്ത സമയത്താണ് അങ്ങനെയൊക്കെ ആയതിനാണ് കൃഷിയിൽ എനിക്ക് ഭയങ്കര താല്പര്യമായിട്ട് പഴം ഉള്ള മരങ്ങളെല്ലാം വെച്ച് ഓരോന്നും വെച്ച് എല്ലാ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ കൃഷി കാട്ടി. അതേപോലെ മില്ലറ്റിൻ്റെ കൃഷി നഷ്ടം വന്നും എത്ര നഷ്ടം വന്നാലും കൃഷിനെ തള്ളാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോഴും. അപ്പം കൃഷിയുടെ പോയ വിത്ത് ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണമെന്ന് ഒരു മനസ്സുണ്ട്. എല്ലാ മില്ലറ്റിൻ്റെ രാഗി, സാമ, സോള, വരക്, തെന, അതേപോലെ പയർ വർഗത്തിൽ എല്ലാം പയർ, ബീൻസ് എല്ലാ വിത്തുകളും തിരിച്ച് പിടിക്കണമെന്നൊരു ആഗ്രഹത്തോടെ ഇപ്പോഴും ഞാൻ കൃഷിക്ക് ഇറങ്ങി ചെയ്യുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ജോലിയിലേക്ക് പോയി എന്നെ സ്ഥലമാറ്റം കിട്ടി. അങ്ങനെ ആയോടി ഞാൻ എങ്ങോട്ടും പോകാതെ കൃഷിയിൽ തന്നെ എൻ്റെ ഒരു താല്പര്യം. ഭർത്താവിൻ്റെ ഒരു നല്ല മനസ്സിൻ്റെ ഒരു എല്ലാ സഹായം ഭർത്താവിൻ്റെ അച്ഛൻ്റെ അമ്മയും എല്ലാ കുടുംബത്തിൽ എല്ലാവരും എനിക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട്. അച്ഛനും അമ്മേനെ തീർന്ന് നല്ലൊരു കൃഷിക്കാരാണ്. അതേപോലെ എല്ലാവരും ഒരു സഹായത്തിന് ഇത് മുൻകൈയെടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട് പോയ വിത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിതൊരു സന്തോഷം കൂടി പറഞ്ഞോട്ടെ. ഞാൻ വിചാരിച്ചില്ല 2 വാക്കിൽ കൂടുതലൊന്നും ഇത്രയും സംസാരിക്കുന്നത്. എല്ലാം മനസ്സിലായോ നിങ്ങൾക്ക്? എല്ലാം മനസ്സിലായില്ലേ? നല്ലൊരു കൈയടി നമ്മുടെ നാഗിയമ്മയ്ക്ക് കൊടുക്കണം.